എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല മഴയാണ്. ഞാനൊരു 3 ദിവസമായിട്ട് പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, അപ്പോൾ ആമസോണിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ റിവ്യൂസ് എടുക്കും. മുമ്പ് വാങ്ങിച്ച ആൾക്കാർ എങ്ങനെയാണ്, നല്ലതാണോ, പ്രൊഡക്റ്റ് റിവ്യൂ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എടുക്കും അല്ലേ. അപ്പോൾ അതിൽ ചില ആൾക്കാർ പറയും വേഴ്സ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലേ. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും. സോ മുമ്പാണെന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇങ്ങനൊരു മ്യൂസീഷ്യൻ ഉണ്ട്, നല്ല ഷോ ആണ് എന്ന് പറയുമ്പോൾ അടുത്ത ആൾ ഓക്കെ ഫൈൻ. ഇതിന് ടൈം എടുക്കുന്നൊരു പ്രൊസീജിയറാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്തൊരു പബ്ലിസിറ്റിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്പീഡില്ലായ്മ എന്ന് തന്നെയാണ് പറയുക. വളരെ സ്ലോ ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ ഞാൻ ഈ കിടക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ഇപ്പോൾ പുതിയ മെൻ്റലിസം ചെയ്യുന്ന അല്ലെങ്കിൽ മാജിക് ചെയ്യുന്ന അല്ലെങ്കിൽ കലാ ഫീൽഡിലുള്ള ആരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേട്ടാ ഷോസ് വളരെ കുറവാണ്, ഷോസ് കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാൻ പോകുന്നൊരു കാര്യം വീഡിയോ ആയിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നല്ലതാണോ മോശമാണോ എന്ന് ഒരാൾ തീരുമാനിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പബ്ലിസിറ്റിയാണ്. അതിന് മുകളിലേക്ക് വേറൊരു പബ്ലിസിറ്റി ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ആമയെ പോലെയാണ്, കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നൊരു സംഭവമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മൊബൈലിനെ പോലെയാണ്, പാഞ്ഞു പോകും, പെട്ടെന്ന് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മൗത്ത് പബ്ലിസിറ്റിയെ സോഷ്യൽ മീഡിയയിലൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പണ്ട് നമ്മുടെ മാജിക്കിൻ്റെ കേരളത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന വാഴക്കുന്ന് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രെയിനിനകത്ത് ട്രെയിൻ ടിക്കറ്റ് വാനിഷ് ചെയ്തു, അങ്ങനെ ഒരുപാട് കഥകൾ. ഓക്കെ, ഇതൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പറഞ്ഞ് മാറി വന്ന കഥകളാണ്. ഇന്നത്തെ കാലഘട്ടം വരുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത്, ചിലപ്പോൾ വാഴക്കുന്ന് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തി ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. അതിൽ പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിനകത്ത് നമ്മൾ കൊടുക്കുന്നൊരു ഷോ, നമ്മൾ കൊടുക്കുന്നൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഗൂഗിൾ ബിസിനസ്സാണ്. ഗൂഗിൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ജെനുവിനായിട്ട് ആൾക്കാർക്ക് അവിടെ റിവ്യൂ ഇടാം. ഓക്കെ, അതിപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോയുടെ അടിയിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഞാനത് ഹൈഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഗൂഗിളിൽ നടക്കില്ല, ഗൂഗിളിൽ അത് അവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ ആർക്കും ജെനുവിനായിട്ട് ഇടാൻ പറ്റിയ ഒരു ഏരിയയാണ് ഗൂഗിൾ ബിസിനസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഷോ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എടുക്കാൻ പോകുന്ന സമയത്ത്, നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ബിസിനസ് നോക്കിയിട്ട് നല്ലതാണോ മോശമാണോ നമ്മൾ നോക്കും. എനിക്കൊരു ഗൂഗിൾ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, മെൻ്റലിസ്റ്റ് എഴുതുന്നത് എന്നുള്ള രീതിയിൽ എങ്ങനെ മേടിച്ചാലും കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഗൂഗിൾ ബിസിനസ്സിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഞാൻ ഇത് കാണിച്ചു തരാം. കാരണം ഒരുപാട് ആൾക്കാർ ഷോ കണ്ടിട്ട് ഇതുപോലുള്ള കമൻസ് നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒറ്റ നെഗറ്റീവ് കമൻറ്റ് അതിലില്ല. നല്ലതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം മനസ്സിൽ വരികയാണ്. അപ്പോൾ ഈ മൊയലും ആമയും, അതായത് മൗത്ത് പബ്ലിസിറ്റിയും സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയും കൂടെ ചേർന്നൊരു സംഭവമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗൂഗിൾ ബിസിനസ് എന്ന് പറയുന്നത്. സോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ നല്ല കമൻറ്റും നല്ല റിവ്യൂസും തരും, നമുക്ക് ഷോസും വരും. നമ്മുടെ പ്രൊഡക്റ്റ് നന്നാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ അതിലൊന്നുമില്ല. നമ്മുടെ മോശം പ്രൊഡക്റ്റാണ്, നമ്മൾ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ പൈസ കൊടുത്തിട്ട് ഒരാളെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിക്കാം, ഒരു ഷോ എടുക്കാം. പക്ഷേ ആ വാങ്ങിച്ച ആൾ പിന്നീട് ആ ഒരു സാധനം വാങ്ങിക്കില്ല, നല്ലതല്ലെങ്കിൽ. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ, എൻ്റെ ഷോ ആണ്, അത് നന്നാക്കി വെക്കുക എന്ന് പറയുക, അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. താങ്ക് യു.